രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നിർണായക നീക്കവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പ്രമുഖ ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ എന്നിവയുമായി നേരിട്ട് ബന്ധമുള്ള 23 പാകിസ്ഥാൻ പൗരന്മാരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ഭീകരവാദികളായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനകൾക്ക് നേരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളികളായവരെയാണ് ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ നടപടിയോടെ ഇന്ത്യ ഔദ്യോഗികമായി ഭീകരവാദികളായി പ്രഖ്യാപിച്ച വ്യക്തികളുടെ ആകെ എണ്ണം 80 ഉയർന്നു. ദേശീയ സുരക്ഷയ്ക്കും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനുമെതിരെയുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി വ്യക്തികളെ ഭീകരവാദികളായി പ്രഖ്യാപിക്കുന്നതിലൂടെ അവരുടെ സാമ്പത്തികവും പ്രവർത്തനപരവുമായ നട്ടലൊടിക്കുകയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. 2019 കേന്ദ്ര സർക്കാർ UAPA നിയമത്തിൽ വരുത്തിയ നിർണായക ഭേദഗതിയാണ് വ്യക്തിഗതമായി ഭീകരരെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് കരുത്തു നൽകിയത്. ഈ ഭേദഗതിക്ക് മുൻപ് ഭീകര സംഘടനകളെ മാത്രമേ നിരോധിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ സംഘടനകൾ നിരോധിക്കപ്പെടുമ്പോൾ അതിലെ നേതാക്കൾ പുതിയ പേരുകളിൽ മറ്റൊരു സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടരുന്നത് തടയാൻ വ്യക്തികളെ തന്നെ ഭീകരവാദികളായി പ്രഖ്യാപിക്കുന്ന പുതിയ നയത്തിലൂടെ അവർ എവിടെ ഒളിച്ചാലും നിയമത്തിന്റെ പരിധികളിൽ കൊണ്ടുവരാനും സാധിക്കുന്നു. ഈ പ്രഖ്യാപനത്തോടെ ദേശീയ അന്വേഷണ ഏജൻസി പട്ടികയിലുള്ള വ്യക്തികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, വിദേശ ഫണ്ടുകൾ, മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവ പൂർണ്ണമായും മരവിപ്പിക്കാനും ഇന്ത്യയിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലോ ഇവർക്ക് പങ്കാളിത്തമുള്ളതോ സ്വന്തമായുള്ളതോ ആയ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും ഇവർക്ക് ആയുധങ്ങളോ സ്ഫോടന വസ്തുക്കളോ മറ്റ് സാമഗ്രികളോ ലഭിക്കുന്നത് തടയാനും കർശനമായ രാജ്യാന്തര നിരീക്ഷണം ഏർപ്പെടുത്താനും നിയമപരമായ അധികാരം ലഭിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പുതിയ വിജ്ഞാപന പ്രകാരം ജെയ്ഷെ മുഹമ്മദ് വിഭാഗത്തിൽപ്പെട്ട മസൂദ് ഇല്യാസ് കശ്മീരി, മുഹമ്മദ് മുസദ്ദിഖ് തുടങ്ങിയവരും ലഷ്കർ-ഇ തൊയ്ബ വിഭാഗത്തിൽപ്പെട്ട ഫിർദോസ് അഹമ്മദ് ഭട്ട്, ഹറൂൺ റാഷിദ് ഗൈനാർ, ബിലാൽ അഹമ്മദ് മിർ തുടങ്ങിയവരും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അൽ-ഖ്വയ്ദ, ISIS തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുഹമ്മദ് ഷഹീദ് ഫൈസൽ എന്ന വ്യക്തിയെയും കേന്ദ്രം ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാശ്മീർ താഴ്വരയിൽ സമീപകാലത്ത് സാധാരണക്കാർക്കും സുരക്ഷാ ജീവനക്കാർക്കും നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിന്റെ വേരുകൾ അറക്കാൻ INAയും മറ്റ് സുരക്ഷാ ഏജൻസികളും ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണെന്നും ഭീകരരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുന്നതിലൂടെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്കും ആയുധ കടത്തിനും വലിയ രീതിയിൽ തടയിടാൻ സാധിക്കുമെന്നും രാജ്യം വിലയിരുത്തുന്നു.